ഗൈസ് നമുക്ക് റൂം സെറ്റാക്കി തന്നൊരു ചേട്ടനുണ്ട് കേട്ടോ. ഇവിടെ ലോക്കലാണ്. അപ്പം ആ പുള്ളിയുടെ ഒരു സ്റ്റേ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നത് കയറിയതാണ്. പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. നല്ലതാണെന്ന് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഇതേ ഗൈസ്, ഇതാണ് ഇതിൻ്റെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ. ഒരു 4 പേർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് ഇതേപോലെ 3 റൂമിൽ ഇവിടെ ഉണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ നീറ്റാണ്. അപ്പം ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കൊടൈക്കനാലിൽ അഫോർഡബിൾ ആയിട്ടൊരു സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം കേട്ടോ. ഞാൻ കോൺടാക്ട് നമ്പർ തന്നെ കൊടുത്തേക്കാം. എനിക്കിന്ന് പ്രോപ്പർട്ടിക്കുന്ന സ്ഥലം രക്ഷയില്ല കേട്ടോ. അടിപൊളി. അല്ലേ, ഇതിൻ്റെ അകത്തും റൂമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ. ഇത് ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 7-8 പേർക്ക് ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാശേരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹാള് പോലൊരു സാധനമുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇരിക്കേണ്ട ആവശ്യം വരില്ല, നമുക്ക് വെളിയിൽ തന്നെ ഇരിക്കാം. ഈ വ്യൂവും കാര്യങ്ങളും കണ്ട് ഇരിക്കാം കേട്ടോ. നിങ്ങൾക്ക് പോളൂർ ഗ്രാമവും പിന്നെ ക്ലാവടി എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പോളൂർ താഴെ, ക്ലാവടി അപ്പുറത്തായിട്ട് വരും. അപ്പം അടിപൊളി വ്യൂ ഇവിടെ കിട്ടും. ഈ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ നിങ്ങൾ ഈ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റേ സെറ്റാകും കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിയെടുത്ത് പറഞ്ഞാൽ മതി, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് പുള്ളി സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഗൈസ്, നമ്മളിത് കുക്കാലിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ. കുക്കാലിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയ ബ്രെഡ് ഓംലെറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പൂണ്ടി പോലെയല്ല കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാകും. പൂണ്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ക മഡ് ഹൗസും അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങോട്ട് വീണ്ടും പൂമ്പാറ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങും. പക്ഷേ രണ്ടും എൻ്റെ ഡിഫറെൻ്റാണ്. ഭൂപ്രകൃതി എല്ലാം മാറും. നിങ്ങളെന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ. ഈ കൊടൈക്കനാലിൻ്റെ ഉള്ളേരിയൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് സ്ഥലം. പകലൊക്കെ ഈ ടൈമിൽ നേരം വെളുത്ത് വരുന്ന സമയത്തൊന്നും അധികം ആളും തിരക്കൊന്നും ഉണ്ടാകത്തില്ല ഇവിടെ. ഈ ടൈമിലൊക്കെ ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങിയിരുന്നത്. അപ്പോൾ ഇനി നേരെ കൂക്കാൽ പോയിട്ട് കൂക്കാലിലേക്കും പിന്നെ കുറച്ച് സ്ഥലങ്ങളും കൂടെ കണ്ടിട്ട് നേരെ കൊടൈക്കനാൽ പിടിച്ച് അവിടുത്തെ കമ്പന്തേനി വഴിയായിരിക്കും പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ വന്നിട്ടുള്ളതാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ റൂട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കാഴ്ചയിൽ കൂക്കാലും പൂമ്പാറയും പൂണ്ടിയൊക്കെ നിങ്ങളുടെ കാഴ്ചയിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പം കുറച്ച് കാഴ്ചകൾ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇതിങ്ങനെ കേട്ടോ ഇവിടെ മീനൊക്കെ കൊണ്ടുവരുന്നത്. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇങ്ങനെ വരും. നല്ല മീനൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇവർ മീനൊക്കെ വാങ്ങിക്കുന്നത്. നമ്മളവിടെ രാവിലെ എല്ലാ ദിവസവും രാവിലെ മീൻ കൊണ്ടുവരില്ലേ. പക്ഷേ ഇവിടെ നിന്ന് രാവിലെ എല്ലാ ദിവസവും കിട്ടിയുള്ള സാധനം മാസത്തിലൊക്കെ കിട്ടുകയുള്ളൂ. മാസത്തിലല്ല, ആഴ്ചയിൽ 2 വട്ടമൊക്കെ മീൻ വരുള്ളൂ. നമ്മളവിടെ എല്ലാ ദിവസവും മീൻ കിട്ടും. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി നമ്മുടെ ടീമെല്ലാം സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ കൂക്കാൽ പോകണം. കൂക്കാൽ മാറ്റി നിൽക്കുന്ന റിജോ ഉണ്ട്, ഫ്രണ്ട്സൊന്നും ഉണ്ട്, കമലുണ്ട്. അപ്പം നേരെ കൂക്കാൽ എന്നിട്ട് ബാക്കി വിഷയങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ കൂക്കാൽ പോകുന്ന വഴി കേട്ടോ. കൂക്കാൽ പോകുന്ന വഴിയിൽ ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് മൊത്തം ബ്ലറായിട്ടൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നു കണ്ടിട്ട്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. 2 പായൽ പോലെ സാധനം കേട്ടോ. ഇതാണ് കൂക്കാൽ ലേക്ക്. നമ്മൾ നേരെ കൂക്കാലിൽ മറ്റുള്ള ഗ്ലാസ് ലാൻഡിൽ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് അവിടെ എടുത്ത് നേരെ കൂക്കാൽ ലേക്കിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നിറയെ ആമ്പലാണെന്ന് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നേരം വലിയ സമയമൊന്നും ആയിട്ടില്ല, ഒരു 11:30 ആയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ മേപ്പോട്ട് കുറച്ച് പുൽമേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിക്കാം കേട്ടോ. തിരിച്ച് കൊടൈക്കനാൽ കമ്പന്തേനി റൂട്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് കുറച്ച് റിവ്യൂ ഒക്കെ കഴിക്കാം. പിന്നെ ഫോട്ടോസ് എടുക്കുന്നവർക്ക് അടിപൊളി കേട്ടോ. അത്യാവശ്യം നല്ല സീനിക് ഫോട്ടോസൊക്കെ കിട്ടും ഇവിടെ വന്നിട്ട്.